അവനൊരു പെണ്ണിന് വാക്ക് കൊടുത്ത് അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കായിരുന്നില്ലേ? അവൻ ചതിച്ചതാണെന്ന് അമ്മ ഒരിക്കലും പറയരുത്. എന്റെ ദൈവമേ, ഇപ്പൊ അവൻ ശ്രീകുട്ടിയായി ഇങ്ങോട്ട് വരും, എന്ത് ചെയ്യും? അവരിപ്പോ കുടുംബക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ ചെന്ന് സഞ്ജുവിനെ കണ്ട് വിവരം പറയാം. അമ്മേ, എന്താ മോളെ? അല്ല, മോൾക്ക് ഗോവിന്ദനെ അറിയില്ലേ? അല്ല, മനയിൽ വെച്ച് കണ്ട പരിചയമില്ലേ? ഇല്ലമ്മേ. അമ്മേ, എനിക്കൊരു ഡ്രസ്സ് തരാവോ? ഞാൻ വരാം മോളെ, മോളിച്ചല്ലേ. അമ്മ ലച്ചുവിന് ഡ്രസ്സ് എടുത്തു കൊടുക്ക്. ഇനി ഒഴുക്കിനൊപ്പം ഒഴുകിയേ പറ്റൂ. ഞാൻ പോയി അവനെ കാണാം. നമ്മൾ രണ്ടാളും ഒരുമിച്ച് പുതിയൊരു ജീവിതം ഇന്ന് ആരംഭിക്കുക. നിന്റെ ആഗ്രഹം പോലെ ദേവിയുടെ അനുഗ്രഹത്തോടെ ആരംഭിക്കാം. ദേവി, എൻ്റെ സഞ്ജുവിൻ്റെ ജീവിതം എന്നും സന്തോഷമായിരിക്കാൻ അനുഗ്രഹിക്കണേ. ദേവി, സ്വാതിക്ക് ഇനിയും ഒരു അബദ്ധം വരല്ലേ, കാത്തോളണേ. രണ്ടാൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതെ, വധൂവരന്മാരുടെ ഗൃഹപ്രവേശനത്തിനുള്ള സമയമായി. ഇനി വൈകിക്കണ്ട, പോവാം. വാ.
എന്നാ സഞ്ജു കയറിക്കോ, ഞാൻ പിന്നാലെ ഉണ്ടോ. ശരി. സഞ്ജു പോകാൻ പറ്റട്ടെ. എന്താ ഗോവിന്ദ? അത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ഗോവിന്ദ? ലച്ചു അവിടെ വല്ലാത്തൊരവസ്ഥയിലാ. ലച്ചുനെന്താ? എന്താ പറ്റിയേ? അത് ഞാനും ലച്ചുവും ശ്രീദേവി അമ്മയും കൂടി ക്ഷേത്രത്തിൽ നിന്ന് മംഗലശ്ശേരിയിലേക്ക് എത്തിയതാ. അപ്പോ അതെ, നിങ്ങൾ സഞ്ജുവേട്ടൻ്റെ അനിയനാണോ? ഇന്ന് സഞ്ജുവിന്റെ കല്യാണമായിരുന്നു, അതറിയോ? ഇന്ന് ഇന്നല്ലേ സഞ്ജുവേട്ടൻ കല്യാണം കഴിച്ചത്? എവിടെ വെച്ചായിരുന്നു കല്യാണം? പെരുവണ്ണാപുരത്ത് അമ്പലത്തിൽ വെച്ച്. നിങ്ങൾക്കിതൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എൻ്റെ പേര് വിളിച്ചല്ലോ. അപ്പോ അമ്മ ആരാ? ആ, എനിക്കറിയില്ല. പെട്ടെന്നുള്ള ലച്ചുവിന്റെ ഈ മാറ്റം അതെന്തിൻ്റെയൊക്കെ തുടക്കമാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും സംശയം തീർക്കണമല്ലോ. അങ്ങനെ ഞാൻ മുത്തശ്ശനെ വിളിച്ചു. എന്നാൽ ഇനി സംശയിക്കാനൊന്നുമില്ല. ഓർമ്മകളുടെ കുറേ ഭാഗം കൈവിട്ടുപോയി. ഈ അവസ്ഥയിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നീ അവിടെയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാവകാശം അവൾക്ക് നഷ്ടമായ ഓർമ്മകൾ വീണ്ടെടുക്കാമെന്ന് പറ. ശരിക്കും ലച്ചുവിനിപ്പോ ജീവിതത്തിന്റെ കുറേ കാലം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരിക്കാം. ഓർമ്മ കുറച്ച് നഷ്ടമായെങ്കിലും അവളിപ്പോ ശ്രീദേവിയേട്ടത്തെ തിരിച്ചറിഞ്ഞല്ലോ. സഞ്ജുവിനെ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടെന്ന കാര്യവും ലക്ഷ്മിക്ക് അത് ഓർമ്മയുണ്ടാവത്തില്ലേ? അത് ഉറപ്പാ. അതെ, ലച്ചു അവിടെ നവവധുവിനെ പോലെ സഞ്ജുവിനെ കാത്തിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ലച്ചുവിനെ എത്രയും വേഗം മംഗലശ്ശേരിയിൽ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇപ്പൊ അത് പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ലച്ചുവിനെ ആ വീട്ടിൽ നിന്ന് മാറ്റുന്നത് ബുദ്ധിയല്ല. പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ? സ്വാതിക്ക് ഇതേപ്പറ്റി ഒരു സംശയവും വരാൻ പാടില്ല. സഞ്ജു പറയുന്നത് ശരിയാ. പക്ഷെ ലച്ചുവിനെ സംബന്ധിച്ച് അവളാണ് ഇപ്പോൾ ആ വീട്ടിലെ മരുമകള്. അവളെയാണ് അമ്മ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോ ലച്ചുവിന്റെ മാനസികാവസ്ഥ അറിയാലോ. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, ലച്ചു എന്തെങ്കിലും കണികை ചെയ്തിരിക്കും. ലച്ചുവിനെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. വേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അതുവരെ എങ്ങനെയാണെങ്കിലും അവളുടെ മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതേ ഇപ്പൊ നിവർത്തിയുള്ളൂ. അപ്പൊ അവിടെ സ്വാതിയുടെ അവസ്ഥ എന്താവും? സത്യം അറിയുമ്പോ സ്വാതി അവിടെ എന്താ ചെയ്യാന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അറിയാം, അത് പ്രശ്നം തന്നെയാ. പക്ഷേ ലച്ചുവിനെ ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ആണെന്നേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയൂ. ഇവിടെ സ്വാതിയെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് സഞ്ജുവാ. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് സഞ്ജു ആണെന്ന് തുറന്ന് പറയണമെന്നാണോ ഡോക്ടർ പറയുന്നത്? ആ സത്യം ഒരിക്കലും സ്വാതി അറിയരുത്. അല്ലാതെ തന്നെ സ്വാതിയെ ലച്ചുവിന്റെ അവസ്ഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് സഞ്ജു ഒന്ന് ആലോചിച്ച് നോക്ക്.
എല്ലാം ഇനി സഞ്ജുവിൻ്റെ കയ്യിലാണ്. ഈ വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തകരാൻ പോകുന്നത് ലച്ചുവിൻ്റെയും സ്വാതിയുടെയും സഞ്ജുവിൻ്റെയും ഒക്കെ ജീവിതമാണ്. വാ. ഇത് ആരുടെ മുറിയാമ്മേ? മോൾക്ക് ഓർമ്മയില്ലേ? ഇത് മോളുടെ മുറിയാ. ഇത് നോക്കി. മോളൊന്ന് ശരിക്കും ഓർത്ത് നോക്കിയേ, അപ്പൊ എല്ലാം മനസ്സിലാവും. അയ്യോ, എന്താ മോള്? എന്റെ തല പൊട്ടി പൊളിയുന്നത് പോലെ വല്ലാത്ത വേദന. മോളെ, മോളിരിക്കെ. എന്താ മോളെ? അമ്മ തിരുമ്പി തരാം. സാരല്ല മോളെ, ഇപ്പൊ പോവും. ഒന്നുമില്ല മോളെ, ഇപ്പൊ ശരിയാവും. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ട്. ഈ വെള്ളം കുടിക്കേ. ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നില്ലേ മോളെ? വേദന കുറവുണ്ട്. ഇപ്പൊ കുറവുണ്ടോ? മോൾക്ക് വേദന മാറിയോ? മാറിയമ്മേ. എന്നാ മോളൊരു കാര്യം ചെയ്, ഈ ഡ്രസ്സൊക്കെ മാറി മോളൊന്ന് ഫ്രഷ് ആവ്. ഞാൻ ഏത് ഡ്രസ്സാ ഇടണ്ടേ? ഈ ഷെൽഫിൽ മോളുടെ ഡ്രസ്സല്ലേ ഇരിക്കുന്നേ, മോൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ. ഏയ്, ഇവിടെ എന്റെ ഡ്രസ്സോ? അതെങ്ങനെ വരാനാ? മോളെ, ഇത് മോള് കഴിഞ്ഞ റൂം തന്നെയല്ലേ? ദേ, ആ ഷെൽഫിലെ ഡ്രസ് ഇരിക്കുന്നേ, മോള് നോക്കി. ഏയ്, ഈ റൂമിൽ ഞാൻ ആദ്യമായിട്ടാ. എന്റെ ഡ്രസ് ഇവിടെ ഇല്ല. ഇതെല്ലാം മോളുടെ ഡ്രസ്സാ. നോക്കി നോക്കി. അല്ലമ്മേ, ഇതൊന്നും എന്റെ ഡ്രസ്സല്ല. ഇത് നോക്കി, ഇത് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധാവണിയാ. ഏയ്, ഇതൊന്നും എന്റെ അല്ല. അമ്മേ, ഇത് വേറെ ആരുടെയോ ഡ്രസ്സാ. എനിക്കിതൊന്നും വേണ്ട. മോളെ, ഇതെല്ലാം മോളുടെ ഡ്രസ്സ് തന്നെയാ. അല്ല, എനിക്ക് വേറെ ആരുടെയും ഡ്രസ് വേണ്ട. അമ്മയുടെ സാരി തന്നാ മതി, അത് ഞാൻ എടുത്തോളാം. എന്റെ സാരി മോൾ കൊടുക്കോ? ആ, അമ്മയുടെ സാരി ഞാൻ എടുക്കാം. അതെടുത്ത് നിൽക്കുമ്പോ സഞ്ജുട്ടൻ വരും അല്ലേ അമ്മേ? സഞ്ജു വരും. ഞാൻ അമ്മയുടെ സാരി എടുത്ത് നിൽക്കുമ്പോ സഞ്ജുട്ടന് വലിയ ഇഷ്ടാവും അല്ലേ അമ്മേ? ശരിയാ, അവനിഷ്ടാവും. എന്നാ വേഗം അമ്മയുടെ സാരി എടുത്ത. മോളിവിടെ ഇരിക്കും, ഞാനിപ്പോ സാരി എടുത്തിട്ട് വരാം. മോളെ, ഞാനിപ്പോ എത്തും. ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമേ. അമ്മ സാരി എടുത്തിട്ട് വാ.
എന്റെ ദേവി, സഞ്ജുവിന്റെ മനസ്സ് ഇവിടെ എല്ലാം തോന്നുന്നു. എന്താ എന്താ പറഞ്ഞേ? ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സഞ്ജു ശരിക്കും മൂഡ് ഓഫാ. ഏയ് ഒന്നുമില്ല. അവിടെ ഗോവിന്ദ് സഞ്ജുവിനെ മാറ്റി നിർത്തി എന്താ പറഞ്ഞേ? അത് ഗോവിന്ദ് നമ്മുടെ അമ്മുവിന്റെ കാര്യം പറഞ്ഞതാ. അമ്മുവിന്റെ കാര്യോ? എന്താ അത്? അത് പിന്നെ അമ്മു നമ്മുടെ വീട്ടിലാകെ പ്രശ്നമായിരിക്കുക. എന്ത് പ്രശ്നം? അമ്മയും അമ്മും കൂടി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുമെന്നല്ലേ സഞ്ജു പറഞ്ഞു? അതെ, അത് ശരിയാ. അവിടെ പെട്ടെന്ന് അമ്മ തലചുറ്റി വീണു. എന്നിട്ട് അമ്മുവിന് എന്തെങ്കിലും പറ്റിയോ? തലയിടിച്ചാണ് വീണെന്നാ ഗോവിന്ദ് പറഞ്ഞേ. ഇപ്പോ അവൾക്ക് ഓർമ്മ വല്ലാണ്ട് നഷ്ടപ്പെട്ടൊരവസ്ഥയില. കാറ് നിർത്ത്. എന്നിട്ട് ഇതുവരെ എന്റെ അമ്മൂന് ഇങ്ങനെയാന്ന് എന്നെ അറിയിക്കാത്തത് എന്താ? പറ, എന്താ ഒന്നും അറിയിക്കാത്തെ? സ്വതി, നിന്നെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. എന്നിട്ടിപ്പോ എന്റെ അമ്മ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? അല്ല, നമ്മുടെ വീട്ടിലെ അമ്മയുടെ അടുത്തുണ്ട്. എന്നാ വാ, നമുക്ക് വേഗം പോവാം. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണണം. സ്വതി, അതല്ല ഇപ്പൊ പ്രശ്നം. ലക്ഷ്മി അവിടെ നവവധുവായിട്ട് ഒരുങ്ങിയിരിക്കുക. നവവധുവായി ഒരുങ്ങിയിരിക്കേ? അതെന്താ? അതാ ഞാൻ പറഞ്ഞേ, അവളുടെ മെമ്മറി ആകെ പോയിരിക്കുക. ലക്ഷ്മിയുടെ മനസ്സിൽ അവളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ കുറെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതുവരെ ശരിക്കും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ എന്താ നടന്നേ? അത് പറ. ഞാൻ പറഞ്ഞില്ലേ, മംഗലശ്ശേരി വീട്ടിലേക്ക് അവളെ ഇപ്പോ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്ന അമ്മ ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്ന. വീടോ പരിസരോ ഒന്നും അവൾക്ക് ഓർമ്മയില്ലെന്നാ ഗോവിന്ദ് പറഞ്ഞ. പുതുതായി ആ വീട്ടിലെത്തിയതുപോലെയാ അമ്മുവിന്റെ പെരുമാറ്റം. അമ്മയെ അവള് ഭർത്താവിന്റെ അമ്മയായി സങ്കല്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അവള് തന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ കാത്തിരിക്കുക. ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇതെല്ലാം നേരിൽ കണ്ട ഗോവിന്ദ് ഒരു ഡോക്ടറാ. എനിക്ക് അതല്ല ടെൻഷൻ. അമ്മു എൻ്റെ അമ്മയോട് മകൻ എപ്പോ വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ട അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയ ആ സഞ്ജയ് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എൻ്റെ ഒരു പേടി. ആ സഞ്ജയ് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. എങ്ങനെ ആളെ കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ എത്തിക്കാനാ? ഓർത്തിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയും അവള് ഓർമ്മയില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ട് സ്വാതി വിഷമിക്കുമെന്നാ എൻ്റെ ഇപ്പോഴത്തെ പേടി.